എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ ഉപരിസഭയായ രാജ്യസഭയെക്കുറിച്ചുള്ള പ്രധാന പോയിന്റ്സ് ആണ്. ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നും PSCയിൽ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഉത്തരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പാർലമെൻറ്റ്. ഇന്ത്യയുടെ ദേശീയ നിർമ്മാണ സഭയാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റ് രൂപീകരണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 79. രാജ്യസഭയെയും ലോകസഭയും പ്രസിഡന്റും ചേർന്നതാണ് പാർലമെൻറ്റ്. പാർലമെൻറ്റിന് 3 ഘടകങ്ങളാണുള്ളത്: രാജ്യസഭയും ലോകസഭയും പ്രസിഡന്റും. ഇവ മൂന്നും കൂടെ ചേർന്ന് കഴിഞ്ഞാൽ മാത്രമേ പാർലമെൻറ്റ് ആകുകയുള്ളൂ. ഇന്ത്യൻ പാർലമെൻറ്റിന് 2 സഭകളുണ്ട്. ഒന്നാമത്തേത് രാജ്യസഭ, രണ്ടാമത്തേത് ലോകസഭ. 2 സഭകളുള്ള പാർലമെൻറ്റുകൾ അറിയപ്പെടുന്നത് ദ്വിമണ്ഡല സഭ അഥവാ ബൈ ക്യാമറലിസം എന്നാണ്. ബൈ ക്യാമറലിസം എന്ന ആശയം കടം എടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബൈ ക്യാമറലിസം എന്ന തിയറി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന നിയമം 1919 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ്. രാജ്യസഭയെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് രാജ്യസഭയുടെ പ്രധാന പോയിന്റ്സ് നോക്കാം. രാജ്യസഭയുടെ ഘടനയെക്കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 80. രാജ്യസഭ നിലവിൽ വന്നത് 1952 ഏപ്രിൽ 3-നാണ്. രാജ്യസഭയുടെ ആദ്യ സമ്മേളനം നടന്നത് 1952 മെയ് 13. രാജ്യസഭ ആദ്യം അറിയപ്പെട്ടിരുന്നത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നായിരുന്നു. അതിനുശേഷം 1954 ഓഗസ്റ്റ് 23-നാണ് രാജ്യസഭ എന്ന പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിന് കിട്ടിയത്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്ന പേര് മാറി രാജ്യസഭ എന്ന പേര് ലഭിച്ചത് 1954 ഓഗസ്റ്റ് 23. രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭയുടെ അധ്യക്ഷൻ വൈസ് പ്രസിഡന്റാണ്. എക്സ് ഒഫീഷ്യോ ചെയർമാൻ ഓഫ് രാജ്യസഭയും വൈസ് പ്രസിഡന്റാണ്. ഓരോ 2 വർഷം തോറും രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ കാലാവധി പൂർത്തിയാക്കി ലോകസഭയിൽ നിന്നും പുറത്തു പോകും. അതുകൊണ്ടാണ് രാജ്യസഭ ഒരു സ്ഥിരം സഭയാണെന്ന് പറയുന്നത്. രാജ്യസഭയുടെ വിശേഷണങ്ങൾ: പാർലമെൻറ്റിൻ്റെ ഉപരിസഭ, അപ്പർ ഹൗസ്, മുതിർന്നവരുടെ സഭ, സംസ്ഥാനങ്ങളുടെ സഭ, കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്, സെക്കൻഡ് ചേംബർ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് രാജ്യസഭയാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ സെക്കൻഡ് ചേംബർ ഉള്ളത് അമേരിക്കയിലാണ്. അമേരിക്കൻ രാജ്യസഭ അറിയപ്പെടുന്നത് അമേരിക്കൻ സെനറ്റ് എന്നാണ്. രാജ്യസഭയിലെ അംഗങ്ങൾ. രാജ്യസഭാ അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് രീതി കടമെടുത്തിരിക്കുന്നത് ദക്ഷിണാഫ്രിക്ക ഭരണഘടനയിൽ നിന്നാണ്. രാജ്യസഭയിൽ ഇന്ത്യയുടെ രാജ്യസഭയിൽ പരമാവധി 250 അംഗങ്ങൾ വരെ ഉണ്ടാകാം. നിലവിൽ രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം 245 ആണ്. രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 238. രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുന്ന അംഗങ്ങളുടെ എണ്ണം 12. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം 9. ഏറ്റവും കൂടുതൽ രാജ്യസഭാ അംഗങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ നിന്നും 31 രാജ്യസഭാ അംഗങ്ങളാണ് ഉള്ളത്. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നും രാജ്യസഭാ അംഗങ്ങൾ ഉണ്ടായിരിക്കും. നിയമസഭയുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഡൽഹിയും പുതുച്ചേരിയും. ഇതിൽ ഡൽഹിയിൽ നിന്നും 3 രാജ്യസഭാ അംഗങ്ങളും പുതുച്ചേരിയിൽ നിന്നും 1 രാജ്യസഭാ അംഗവുമാണ് ഉണ്ടായിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് 12 അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം. രാജ്യസഭയിലേക്ക് പ്രസിഡന്റിന് അംഗങ്ങളെ നിർദ്ദേശം ചെയ്യാനുള്ള അധികാരം എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. പ്രസിഡന്റിന് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്ന വ്യക്തികൾ കല, സാഹിത്യം, ശാസ്ത്രം, സാമൂഹ്യ സേവനം എന്നീ മേഖലകളിൽ ഏതെങ്കിലും നിന്നുള്ളവരായിരിക്കണം. ഓരോ നിയമസഭയിലെയും രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ്. 1971 സെൻസസ് പ്രകാരമാണ് ഇപ്പോഴും ജനസംഖ്യ കണക്കാക്കുന്നത്. 91 ഭേദഗതി അനുസരിച്ച് ഇത് 2026 വരെ തുടരാവുന്നതാണ്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി 6 വർഷമാണ്. രാജ്യസഭാ അംഗം രാജിക്കത്ത് നൽകേണ്ടത് രാജ്യസഭാ ചെയർമാനാണ്. അതായത് ഉപരാഷ്ട്രപതിക്കാണ് രാജ്യസഭാ അംഗം രാജിക്കത്ത് നൽകേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ രാജ്യസഭാ അംഗത്തിൻ്റെ സത്യപ്രതിജ്ഞയെപ്പറ്റി പരാമർശിച്ചിട്ടില്ല. പ്രസിഡന്റിന്റെ മുൻപിൽ അല്ലെങ്കിൽ പ്രസിഡന്റ് ചുമതലപ്പെടുത്തുന്ന വ്യക്തിയുടെ മുന്നിലാണ് രാജ്യസഭാ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. രാജ്യസഭയുടെ അധികാരങ്ങൾ. ഭരണഘടനാ ഭേദഗതി ബിൽ പാസ്സാക്കണമെങ്കിൽ അത് ലോകസഭയോടൊപ്പം രാജ്യസഭയിലും പാസ്സായിരിക്കണം. ധനകാര്യ ഇതര ബില്ലുകളും നിയമ ബില്ലുകളും പാർലമെൻറ്റിൽ പാസ്സാക്കണമെങ്കിൽ രാജ്യസഭയുടെ അംഗീകാരം ലഭിച്ചിരിക്കണം. ഒരു മണി ബില്ലിൽ ഭേദഗതി വരുത്തുവാൻ നിർദ്ദേശം നൽകാനുള്ള അധികാരം രാജ്യസഭയ്ക്കുണ്ട്.
അഖിലേന്ത്യാ സർവീസ് അതായത് IAS, IPS, IFS എന്നിവ രൂപീകരിക്കാനുള്ള പരമാധികാരം രാജ്യസഭയ്ക്കാണ് ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര ഗവൺമെൻറ്റിന് നിയമനിർമ്മാണം നടത്തണമെങ്കിൽ രാജ്യസഭയുടെ അനുമതി വേണം. വൈസ് പ്രസിഡന്റിനെ നീക്കം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കേണ്ടത് രാജ്യസഭയിലാണ്. രാജ്യസഭയിലെ പരവാദിനിയുടെ നിറം ചുവപ്പാണ്. രാജ്യസഭയിലെ സീറ്റുകൾ ക്രമീകരിക്കുന്ന അർദ്ധവൃത്താകൃതിയിലാണ്. സഭയിൽ അംഗമല്ലാത്ത വ്യക്തി അധ്യക്ഷത വഹിക്കുന്ന പാർലമെൻറ്റിലെ സഭയാണ് രാജ്യസഭ. ഇത്രയുമാണ് രാജ്യസഭയുമായി ബന്ധപ്പെട്ട പോയിൻറ്റ്സ്. ഇതെല്ലാവരും പഠിക്കുക. ഇതോടൊപ്പം തന്നെ ആപ്പിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന നോട്ട്സും കാണുക. താങ്ക് യു.